അപ്പം നമ്മൾ നൈറ്റിയുടെ തയ്യലിലേക്ക് കിടക്കുവാണേ. നമ്മൾ ആദ്യം തയ്ക്കാൻ പോകുന്നത് അതിൻ്റെ ഫ്രണ്ട് കഴുത്താണേ. അപ്പം നമ്മൾ ഇന്നലെ വെട്ടിയതിനകത്ത് ഞാൻ കാണിച്ചു ഫ്രണ്ട് കഴുത്ത് വെട്ടുന്ന രീതി. അത് ഇനി ആ 2 പീസായിട്ട് നമ്മൾ എടുത്തിട്ട് അത് രണ്ടും കൂടെ ആദ്യം നമ്മളൊന്ന് കൂട്ടി യോജിപ്പിക്കുവാണേ. ഇത് നൈറ്റി തയ്യലിൻ്റെ 4ാമത്തെ വീഡിയോ ആണേ. ബാക്കി 3 കണ്ടതിന് ശേഷം നിങ്ങളിത് കാണാവുള്ളേ. ബാക്കി വെട്ടുന്നതും നമ്മൾ മാർക്ക് ചെയ്യുന്നതും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇന്ന് തയ്ക്കുന്ന വിധമാണ്. അതിനാദ്യം നമ്മൾ ഫ്രണ്ട് കഴുത്ത് വെക്കുവാണ്. ആ 2 പീസും നമ്മൾ യോജിപ്പിച്ച് അതിലേക്ക് നമ്മൾ തയ്ച്ച് ചേർക്കുകയാണ്. തയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ കഴുത്ത് വലിക്കരുത്. കഴുത്ത് വലിച്ചാലേ കഴുത്തിൻ്റെ ഷേപ്പ് മാറിപ്പോവും. അതുകൊണ്ട് കഴുത്ത് വലിക്കാതെ വേണം നമ്മളത് അടിച്ച് ചേർക്കാനായിട്ട്. ഇനി നമുക്കൊന്ന് നോക്കാം. ആദ്യമേ നമ്മളത് 2 പീസും കൂടെ കൂട്ടിച്ചേർത്തു. എന്നിട്ട് നമ്മളത് കറക്റ്റ് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വെക്കുവാണ്. വെച്ചിട്ട് അതേപോലെ ഒരേ ലെവലിൽ നമ്മൾ വലിക്കാതെ നമ്മൾ തയ്ച്ച് വരിക. തയ്ച്ചതിന് ശേഷം നമുക്ക് അതിന് ഒരു പ്രാവശ്യം ഒറ്റ തയ്യൽ മതി കേട്ടോ. ഒറ്റ തയ്യൽ നമ്മൾ തയ്ച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്തോടെ ഒരു പുറംകാണി അടിക്കും. പുറംകാണി അടിച്ചിട്ട് നമ്മളത് നമ്മുടെ കൈയും കൊണ്ട് തന്നെ നമ്മളത് നല്ല ഷേപ്പാക്കണം. അതിൻ്റെ ചുളി വെക്കേണ്ടത് അതൊക്കെ നീക്കി നല്ല ഷേപ്പാക്കി അതിന് ശേഷം നമ്മൾ പുറംകാണി അടിച്ച് എന്നിട്ട് അതിൻ്റെ ഇതിപ്പം നമ്മൾ നല്ല വശം രണ്ടും കൂടാണ് ചേർത്ത് വെച്ച് അടിക്കുന്നത്. ഇത് നമ്മളിനി ആ കഴുത്തിന് വെട്ടിയ തുണിയുടെ അഴുക്ക് വശത്തേക്ക് നമ്മൾ ചെറുതായിട്ട് നമ്മൾ മടക്കി ഒന്നുകൂടെ അടിക്കണം. നമ്മൾ പുറംകാണി അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇത് കഴുത്തുകൊണ്ട് ഇങ്ങനെ തയ്ക്കത്തില്ലേ, കഴുത്തിന് ആ തുണി വെച്ച് നമ്മൾ തയ്ക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊരു 2-3 വെട്ട് നമ്മുടെ തയ്യലേ കയറാതെ ഒന്ന് ചെയ്യണം. കാരണം മടക്കുമ്പം നമ്മൾ തിരിച്ച് മടക്കുമ്പോൾ ചുളുങ്ങാതിരിക്കാനാണ്. എന്നിട്ട് നമ്മൾ പുറംകാണി അടിച്ച് അതിൻ്റെ ആ പീസ് കഴുത്തിന് വെട്ടി വെച്ച ചേർത്ത് വെച്ച ആ പീസ് ഒന്ന് അതിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ട് മടക്കിയും കൂടെ ഒന്ന് അടിച്ചേക്കണേ. എന്നിട്ട് നമ്മൾ അത് തയ്യൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ശരിക്കും നമ്മുടെ കൈ കൊണ്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് ഇട്ട് വെക്കണം. എന്നിട്ട് ഇനി നമുക്ക് കൈ കൊണ്ട് തയ്ക്കുന്നവരാണെങ്കിൽ, എനിക്ക് കൈ കൊണ്ട് തയ്ക്കുന്ന ഇഷ്ടം, കഴുത്തെ ഒന്നും മെഷീൻ അടിക്കുന്ന ഇഷ്ടമില്ല. ഞാൻ കൈ കൊണ്ടാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് തയ്ച്ചതിന് ശേഷം ആ ഫ്രണ്ട് ഭാഗം നമ്മൾ തീർത്തു. ഈ തുണി നമ്മുടെ തയ്ച്ച് അങ്ങനെ നിൽക്കുന്നതല്ല. ഇത് ഞാൻ ഇടാൻ വേണ്ടി തയ്ക്കുന്നതല്ല കേട്ടോ. നിങ്ങളെ ഒന്ന് തയ്യൽ കാണിക്കാൻ വേണ്ടിയാണ്. കാരണം ഇതിന് ഞാൻ ലൈനിങ് ഒന്നും വെക്കുന്നില്ല. ഇതൊരു സാരി വെട്ടി തയ്ച്ച് കാണിക്കുകയാണ്. അതുകൊണ്ട് അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് ഈ തുണി നിൽക്കത്തില്ല. കാരണം ഇതൊരുമാതിരി സിൽക്ക് ടൈപ്പാണ്. എങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ. തയ്ക്കുന്ന വിധം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് തയ്ക്കുന്നത്.
അപ്പോൾ നമ്മൾ ആ ചേർത്ത് വെച്ച തുണിയുടെ സൈഡും കൂടെ അടിച്ചതിന് ശേഷം നിങ്ങളൊന്ന് മടക്കി നോക്കണേ. അപ്പം നല്ല ഷേപ്പിന് നമ്മുടെ കഴുത്ത് കിട്ടും. ഒട്ടും ചുളുക്കൊന്നുമില്ലാതെ നമുക്ക് മടക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ശരിക്കും ഒരു യു ഷേപ്പ് നമുക്ക് കഴുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ തയ്യൽ തീർന്നു. ഫ്രണ്ട് കഴുത്ത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എൻ്റെ ബാക്ക് കഴുത്താണ്. അതിനും ഇതുപോലെ തുണി വെട്ടി വെച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇന്നത്തെ നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ തയ്യലെല്ലാം പൂർത്തിയാക്കി അടുത്തത് നമുക്ക് അടുത്ത വീഡിയോയിലിടാവേ. നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നെങ്കിൽ ഇതിൻ്റെ ബാക്കി 3 പാർട്ടും നിങ്ങൾ കണ്ടിട്ടേ ഇത് കാണാവുള്ളൂ. കാരണം ഇത് നമ്മൾ തയ്ക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വേണം നിങ്ങളിത് കാണാനായിട്ട്. ഈ നൈറ്റിയുടെ തയ്യലിൻ്റെ 2-3 വീഡിയോയും കൂടെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സമയത്ത് കിട്ടണമെങ്കിൽ നിങ്ങളെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് തയ്യലിൻ്റെ വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊക്കെ കിട്ടുമെന്ന് ചെയ്യണേ. നിങ്ങൾക്ക് ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞു തരാവേ. ഇതുപോലെ പല ഐറ്റവും തയ്ക്കുന്നത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തയ്യൽ പഠിക്കാൻ പറ്റുമേ.